വയനാട് പുൽപ്പള്ളി സഹകരണ ബാങ്ക് തട്ടിപ്പിനിരയായി ആത്മഹത്യ ചെയ്ത രാജേന്ദ്രൻ നായരുടെ കുടുംബത്തെയും കൈയൊഴിഞ്ഞ് കോൺഗ്രസ്. കുടുംബത്തിന് വാഗ്ദാനം ചെയ്ത സാമ്പത്തിക സഹായങ്ങൾ ഒന്നും നൽകിയില്ല. CPIM സഹായം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അതും ലഭിച്ചില്ല. കോൺഗ്രസ് ഭരണസമിതി വായ്പയിൽ ക്രമക്കേട് നടത്തിയതിനെ തുടർന്നാണ് രാജേന്ദ്രൻ ആത്മഹത്യ ചെയ്തത്. 2023 മെയ് 30 പുലർച്ചെ വീടിന് സമീപത്തെ തോട്ടത്തിൽ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത നിലയിൽ രാജേന്ദ്രൻ നായരെ കണ്ടെത്തി. പോലീസിന് ലഭിച്ച ആത്മഹത്യാക്കുറിപ്പിൽ തട്ടിപ്പ് നടത്തിയ കോൺഗ്രസ് നേതാക്കളുടെ പേരുകളും പരാമർശിച്ചിരുന്നു. രാജേന്ദ്രൻ നായരുടെ ബാങ്കിലുള്ള ആധാരം നൽകുമെന്ന് കോൺഗ്രസും കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകാമെന്ന CPM പറഞ്ഞെങ്കിലും ഒന്നും നടന്നില്ലെന്ന് കുടുംബം പറയുന്നു. പിള്ളേർക്ക് ജോലി തരാമെന്ന് പറഞ്ഞു, അത് തന്നിട്ടില്ല. കടം എഴുതി തള്ളാന്ന് പറഞ്ഞു, അത് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ പട്ടയം തരാമെന്ന് പറഞ്ഞു, അതും കിട്ടിയിട്ടില്ല. എന്ത് ചെയ്യാൻ, ഞങ്ങൾ ആത്മഹത്യൻ്റെ ഒക്കെയാണ് നിൽക്കുന്നത്. വായ്പയ്ക്കായി രാജേന്ദ്രൻ സമർപ്പിച്ച രേഖകളിൽ കൃത്രിമം ചെയ്താണ് തട്ടിപ്പ് നടത്തിയത്. 70,000 രൂപയുടെ വായ്പയിന്മേൽ 25 ലക്ഷം രൂപ ബാധ്യതയായതോടെയാണ് രാജേന്ദ്രൻ നായർ ആത്മഹത്യ ചെയ്തത്. തട്ടിപ്പ് നടത്തിയപ്പോൾ 25 ലക്ഷമായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഡബിളായിട്ട് 60 മുകളിലുണ്ടെന്നാണ് പറയുന്നത് പലിശടങ്ങ്. വൻ തുക ബാധ്യതയായതോടെ തെരുവിലിറങ്ങേണ്ട ഗതികേടിലാണ് ഇപ്പോൾ ഈ കുടുംബം. റിപ്പോർട്ടർ, വയനാട്.